ഓം ശ്രീ സായിരാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 7 ചോദ്യങ്ങൾ നേരത്തെ ചോദിച്ചു ശിഷ്യൻ. അതില് 5ാമത്തെ ചോദ്യമാണ് ആദ്യം ആചാര്യർ മറുപടി പറയാൻ തുടങ്ങിയത്. ഇന്നിപ്പോ നമ്മൾ ആദ്യത്തെ ചോദ്യം, കോ നാമ ബന്ധ, ബന്ധം എന്നാൽ എന്ത്? ബന്ധം ബന്ധനമാകുന്നു. അപ്പൊ ആ ബന്ധം എന്ന് പറഞ്ഞാൽ എന്ത് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ അതിന്റെ ഒരു ശ്ലോകം, ആ ശ്ലോകം ചൊല്ലിക്കൊണ്ട് നമുക്ക് ഇന്ന് ആ വിഷയത്തിലേക്ക് കടക്കാം. അത്രാനാത്മന്യഹമിതി മതിഃ ബന്ധേഷോസ്യ പുംസഃ പ്രാപ്തോ ജ്ഞാനാഞ്ജനന മരണ ക്ലേശഃ സമ്പാദഹേതുഃ യേനൈവായം വപുരിതമസത് സത്യമിത്യാത്മബുദ്ധ്യാ പുഷ്യത്യുക്ഷത്യവതി വിഷയൈഃ തന്തുഭിഃ കോശകൃദ്വത്. അത്രാനാത്മന്യഹമതി മതി ബന്ധ ഏഷോസ്യ പുംസഃ. അത്രാനാത്മന്യഹമിതി മതിഃ ബന്ധ ഏഷോസ്യ പുംസഃ പ്രാപ്തോ ജ്ഞാനാഞ്ജനന മരണ ക്ലേശഃ സമ്പാദഹേതുഃ. പ്രാപ്തോ ജ്ഞാനാഞ്ജനന മരണ ക്ലേശഃ സമ്പാദഹേതുഃ യേനൈവായം വപുരിതമസത് സത്യമിത്യാത്മബുദ്ധ്യാ. യേനൈവായം വപുരിതമസത് സത്യമിത്യാത്മബുദ്ധ്യാ പുഷ്യത്യുക്ഷത്യവതി വിഷയൈഃ തന്തുഭിഃ കോശകൃദ്വത്. പുഷ്യത്യുക്ഷത്യവതി വിഷയൈഃ തന്തുഭിഃ കോശകൃദ്വത്. ഇതാണ് ആ ബന്ധത്തെ കുറിച്ച് പറയുന്ന ഒരു ശ്ലോകം. കോ നാമ ബന്ധ ഇതിന്റെ സാരമായിട്ട് വരാൻ പോണ ഇവിടെ ഞാൻ ഗംഭീരമായിട്ട് വിശദീകരിക്കാൻ പോവാണ് ആചാര്യസ്വാമികൾ. അത് ആദ്യത്തെ ചോദ്യമായിരുന്നു 7 ചോദ്യങ്ങൾ ചോദിച്ചതിൽ. മോക്ഷം എന്നാൽ എന്ത് എന്ന് അറിയാനും എങ്ങനെ മോക്ഷം നേടണം എന്നും അറിയാൻ ആദ്യം ബന്ധം എന്തെന്നറിയണം. മോക്ഷം എന്നാൽ എന്താണ് ഈ മോക്ഷം? മോക്ഷം നേടുക എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക, എന്താണ് അതിന്റെ കാര്യം, അതറിയണമല്ലോ. അപ്പോ അതിന് ബന്ധം എന്താണ് എന്ന് ആദ്യം അറിയണം. ബന്ധനങ്ങളിൽ നിന്ന് മോചനം. അപ്പൊ ബന്ധം എന്താണെന്ന് അറിഞ്ഞാലേ ഈ ബന്ധനങ്ങളിൽ നിന്ന് മോചനം അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ബന്ധം ഇവിടെ കോ നാമ ബന്ധ, ഇവിടെ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധിച്ചിരിക്കുന്നത്, നമ്മളെല്ലാം ബന്ധിച്ചിരിക്കുന്നത്. മമത എന്നൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ, മറ്റുള്ളവരുടെ മമത, രക്തബന്ധം എന്നൊക്കെ പറയുന്ന ഇങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. ആ നമ്മള് ഈ മായയിൽപ്പെട്ട് നമ്മളെല്ലാം നമ്മുടേത് എന്ന് വിചാരിക്കുന്നതെല്ലാം ഈ ബന്ധത്തിൽ കൂടെയാണ്. നമ്മുടേത് എന്ന് വിചാരിക്കുന്നതെല്ലാം ഈ ബന്ധത്തിൽ കൂടെയാണ്. അപ്പൊ ആ ബന്ധം എന്ന് പറഞ്ഞാൽ ബന്ധനം ആണ് ശരിക്കും. ഏതിനോട് ബന്ധിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഏതിനോട് ബന്ധിച്ചിരിക്കുന്നു എന്നറിയണം. എവിടെ എങ്ങനെ ബന്ധിച്ചിരിക്കുന്നു. ബന്ധമാണ് നമുക്ക് തടസ്സം, ബന്ധനമാണ് തടസ്സം, ബന്ധമാണ് തടസ്സം. അപ്പൊ ആത്മാവും അനാത്മാവും തമ്മിൽ ചേർന്നിരിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചു അത്. ആത്മാവും അനാത്മാവും തമ്മിൽ ചേർന്നിരിക്കുന്നു, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെ? നേരത്തെ പഠിച്ചല്ലോ. ശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഞാൻ എന്ന് പറയുമ്പോൾ ആത്മായല്ല, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ഞാൻ ആത്മാ എന്നുള്ള രീതിയിലല്ല നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്.
നമ്മൾ ആത്മാവും അനാത്മാവും കൂട്ടിയിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നെ രണ്ടും കൂടി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആത്മാവിനെയും അനാത്മാവിനെയും കൂടി ബന്ധിപ്പിച്ചിട്ടാണ് നമ്മൾ തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എപ്പോ തുടങ്ങിയെന്ന് ചോദിച്ചാൽ എപ്പോ തുടങ്ങിയെന്ന് അറിയില്ല, അനാദിയാണ്. എപ്പോഴാണ് അങ്ങനെ നമുക്ക് ആ തോന്നൽ തുടങ്ങിയെന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം പറ്റും, ആ തോന്നലിനെ മാറ്റാൻ പറ്റും. അതാണ് വേദാന്തം പറഞ്ഞു തരുന്നത്. ആ അനാദിയായിട്ടുള്ള ആ തോന്നലിനെ, ഞാൻ ഈ ശരീരമാണ് എന്നുള്ള തോന്നലിനെ, ആത്മാവും അനാത്മാവും കൂടെ ചേർന്നിരിക്കുന്നതാണ് ഞാൻ എന്ന തോന്നലിനെ മാറ്റിയിട്ട് ഞാൻ ആത്മാ മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് വേദാന്തം പറയുന്നത്. അത്രാനാത്മന്യഹമിതി എന്ന് പറഞ്ഞാൽ അത്ര അനാത്മനി അഹം ഇതി. അതാണ് അത്രാനാത്മന്യഹമിതി എന്ന് പറഞ്ഞാൽ അത്ര അനാത്മനി അഹം ഇതി. അതാണ് ബന്ധഃ. അത്ര അനാത്മനി അഹം ഇതി ബന്ധഃ. അതായത് അത്ര, ഇവിടെ ഈ സ്ഥലത്ത്, ഇപ്പോ ഇവിടെ, അനാത്മനി അനാത്മാവിൽ, അതായത് അനുഭവിക്കപ്പെടുന്ന, ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ സംഭവം, അനാത്മാ എന്നത് ശരീരത്തെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അനാത്മാ എന്ന് പറയുമ്പോൾ ശരീരമാണ്, അറിയാലോ. ഈ അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളും ഉണ്ടാകുന്ന സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളിൽ, എല്ലാ അനുഭവങ്ങളും ഉണ്ടാകുന്ന ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളിൽ അഹം ഇതി, ഞാൻ എന്ന്, അഹം ഇതി ഞാൻ എന്ന്, മതിഹി ചിന്ത, അങ്ങനെ ഒരു ചിന്ത. അനാത്മാവായ ഉടലില് ഞാൻ എന്ന ചിന്തയാണ് ബന്ധം. കോ നാമ ബന്ധ എന്നുള്ളതിന് മറുപടി അതാണ്. അനാത്മാവായ ഉടലിൽ ഞാൻ എന്ന ചിന്തയാണ് ബന്ധം. ഞാൻ എന്ന ബുദ്ധി, ഞാൻ എന്ന ഭാവന, ഞാൻ എന്ന വിചാരം. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ശരീരമാണെന്ന് നമ്മൾ പറയുന്നു, പേര് പറയുന്നു, എല്ലാം പറയുന്നു, അഡ്രസ്സ് പറയുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ അത് ഞാൻ എന്നൊരു ബുദ്ധിയുണ്ട് എനിക്ക്, ഞാനൊരു ബുദ്ധിയാണ്, എൻ്റെ ബുദ്ധി, ഞാനൊരു ബുദ്ധിയിലാണ് ഇരിക്കുന്നത്. ഞാൻ എന്ന ഭാവനയുണ്ട്. ഇതെല്ലാമാണ് ഈ മതിഹി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏഷഹ ബന്ധഃ, ഇതാണ് ബന്ധം. ബന്ധ ഏഷോസ്യ പുംസഃ എന്നുള്ളതിൽ ഏഷഹ ബന്ധഃ, ഇതാണ് ബന്ധം. രണ്ട് വസ്തുക്കളെ കൂട്ടിക്കെട്ടിയതല്ല. കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നതാണോ അത് ശരിക്കും പറഞ്ഞ? അല്ല, ഒരു തരം ചിന്തയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു തരം ചിന്തയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. രണ്ട് വസ്തുക്കളെ കൂട്ടിക്കെട്ടി ബന്ധിപ്പിച്ചു വെച്ചിരിക്കുന്ന രീതി അല്ല ഇവിടെ. ഇവിടെ ഒരു തരം ചിന്ത കൊണ്ട് ശരീരത്തെ ഞാൻ എന്ന് വിചാരിക്കുന്നത് ആണ് ആ ബന്ധം, ആ ബന്ധനം. കൂട്ടിക്കെട്ടിയതെന്നല്ല, ശരീരത്തെ ഞാൻ എന്ന് വിചാരിക്കുന്നതാണ് ഈ ബന്ധനം, അല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ. ആത്മാവിനെയും അനാത്മാവിനെയും ആരും കൂട്ടിക്കെട്ടിയിട്ടൊന്നുമില്ല. എടുത്ത് മാറ്റാൻ പറ്റാത്ത രീതിയിൽ കെട്ടി പേസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, ഒട്ടിച്ചിട്ടൊന്നുമില്ല ഇവിടെ. അനാത്മാവിനെ ആത്മാ എന്ന് വിചാരിക്കുന്നതാണ് ബന്ധം. ബന്ധം എന്ന് പറയുന്ന ബന്ധനം. അനാത്മാവിനെ നമ്മൾ എന്ത് വിചാരിക്കണു? ആത്മാ എന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ സംഭവം. ആ വിചാരിക്കല് ഇല്ലാതായാൽ ഈ പറഞ്ഞ ബന്ധനങ്ങളെല്ലാം മാറും. എളുപ്പമല്ലല്ലോ, നമുക്കറിയാലോ. അപ്പോ ആത്മാവിനെയും അനാത്മാവിനെയും ആരും കൂട്ടിക്കെട്ടിയിട്ടില്ല. അനാത്മാവിനെ ആത്മാ എന്ന് വിചാരിക്കുന്നതാണ് ബന്ധം. ബന്ധം എന്നാൽ മനസ്സിലെ ഒരു തരത്തിലുള്ള ചിന്ത, അത്രേ ഉള്ളൂ. മനസ്സിൽ ഒരു തരത്തിലുള്ള ചിന്തയാണ് ഈ സംഭവം. ഏതു തരത്തിലുള്ള ചിന്ത എന്നാൽ അനാത്മാവിൽ ആത്മാ എന്ന ചിന്ത. ഇതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. ഏതു തരത്തിലുള്ള ചിന്ത? അനാത്മാവിൽ ആത്മാ എന്നുള്ള ചിന്ത. സ്വതന്ത്രമായ അറിവ് സ്വരൂപമായ ആനന്ദസ്വരൂപമായ ഞാൻ എന്ന് ആത്മതത്വത്തെ, അങ്ങനെയുള്ള ശരിക്കുള്ള ആത്മതത്വം എങ്ങനെയാണ്? ശരിക്കുള്ള ആത്മതത്വം സ്വതന്ത്രമാണ്, അറിവ് സ്വരൂപമാണ്, ആനന്ദസ്വരൂപമാണ്. അങ്ങനെയുള്ള ഞാൻ എന്ന ആത്മസ്വരൂപത്തെ, ആത്മതത്വത്തെ എങ്ങനെയാ മാറ്റി നമ്മൾ ചിന്തിക്കുന്നത്?
ദുഃഖസ്വരൂപമായ നാശമുള്ള, അല്ലെ, നമ്മൾ നശിക്കുന്ന വിചാരിക്കണം, മരിക്കും നശിക്കും എന്നൊക്കെയല്ലേ വിചാരിച്ചിരിക്കുന്നത്. പിന്നെയോ ദുഃഖസ്വരൂപമാണ്, ഭയങ്കര സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ ദുഃഖസ്വരൂപമാണെന്നാണ് വിചാരിക്കണേ. എന്റെ ഒരു കാര്യമൊന്നും പറയാതിരിക്കുന്നത് നല്ലതെന്ന് നമ്മൾ പറയില്ലേ, എല്ലാവരും പറയുമല്ലോ. അപ്പോ നാശമുള്ളതാണെന്ന് വിചാരിക്കുന്നു, ദുഃഖരൂപമാണെന്ന് വിചാരിക്കുന്നു, അങ്ങനെ അനാത്മാവില് കയറ്റി വെക്കുന്നു. എങ്ങനെ? വെറും ചിന്തകളിലൂടെ. ചിന്തയിൽ കൂടി, മനസ്സിൽ കൂടിയാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ആക്ച്വലി അങ്ങനെയൊന്നുമല്ല, പക്ഷെ മനസ്സിൽ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ബന്ധനം ഉണ്ടാകുന്നത്. ശരിക്കും ബന്ധനമൊന്നുമില്ല, പക്ഷെ നമ്മൾ ചിന്ത കൊണ്ട് ബന്ധിക്കും. വളരെ ഭംഗിയായിട്ടത് പറഞ്ഞു തരുന്നത് ശാസ്ത്രം. ചിന്ത കൊണ്ട് മാത്രമാണ് ഈ ബന്ധനങ്ങൾ. നമ്മളറിയാലോ, ചിലത് മാത്രമല്ലേ നമ്മൾ നമ്മുടേതെന്ന് പറയാറുള്ളൂ. നമ്മുടെ ബന്ധുക്കൾ, എല്ലാവരെയും ബന്ധുക്കൾ എന്ന് പറയാറുണ്ടോ? ഇല്ല. നമ്മൾ അതിനൊരു ബൗണ്ടറി ഒക്കെ വെച്ചിട്ടുണ്ട്. പല പല കാര്യങ്ങളും പറയും. ആ ബന്ധങ്ങളുടെ പോക്ക് എല്ലാം വിചാരങ്ങൾ മാത്രമാണ്, വേറെ ഒന്നും അതിനകത്തൊന്നും സംഭവിക്കുന്നില്ല. അപ്പോ ആ ഒരു ചിന്തകളാണ് നമ്മളെ ബന്ധനത്തിലേക്ക് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്, ഊരാൻ പറ്റാതെ കിടക്കുന്നത്. നമ്മൾ തന്നെ കെട്ടിയിട്ടിരിക്കുക, അവനവൻ തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഏതുപോലെ എന്ന് പറഞ്ഞാൽ അതിനൊരു നല്ലൊരു ഉദാഹരണം ആചാര്യസ്വാമികള് പറയുന്നു. വളരെ നല്ലൊരു ഉദാഹരണം പറയുന്നു. ഒരാശ്രമത്തില് ധാരാളം ശിഷ്യന്മാരിങ്ങനെ കഴിയുക ഗുരുവിന്റെ കൂടെ. നിറയെ ശിഷ്യന്മാരുണ്ട്, ഗുരുവുണ്ട്. അവിടെ നല്ല തൊഴുത്ത്, ധാരാളം പശുക്കള്, പഴയ ആശ്രമമാണ്. കുട്ടികള് പശുക്കളെ കൊണ്ടുപോകും, മേച്ചിലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരും. ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ആശ്രമം. ശിഷ്യന്മാര് ദിവസവും അവയെ മേയ്ക്കാൻ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരും. ഒരു ദിവസം ഒരു ശിഷ്യൻ തിരിച്ചു വന്ന് പശുവിനെ കെട്ടാൻ നോക്കി. തിരിച്ചു വന്നെല്ലാം ആ തൊഴുത്തിനകത്ത് കെട്ടണമല്ലോ. അപ്പൊ അങ്ങനെ കെട്ടാൻ നോക്കിയപ്പോ കയറ് കണ്ടില്ല. ആ പശുവിന്റെ അവിടെ നോക്കിയപ്പോ കയറ് കണ്ടില്ല. തിരിച്ചു കെട്ടാമെന്ന് നോക്കിയപ്പോ കയറ് കണ്ടില്ല. ആരോ തൂത്തുവാരുന്ന എടുത്ത് കളയോ എന്തോ സംഭവിച്ചിട്ടുണ്ട്, കയറ് കണ്ടില്ല. അപ്പൊ ശിഷ്യൻ ഉടനെ എന്ത് ചെയ്തു? ഗുരുവിനോട് പോയി പറഞ്ഞു, ആ പശു അവിടെ വന്നിട്ട് അതിന് കെട്ടാൻ പറ്റുന്നില്ല, അതിന് കയറില്ല, കയറ് കാണാനില്ലെന്ന്. ഗുരു പറഞ്ഞു, അത് സാരമില്ല, അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട. ഒരു സൂത്രമുണ്ട്, എന്നും നീ അതിനെ കെട്ടി അതിനൊരു ശീലം വന്നിട്ടുണ്ട്. അതറിയാവോ നിനക്ക്? ഇല്ല. അതിനൊരു ശീലം വന്നിട്ടുണ്ട്. എന്നും നീ കെട്ടി ആ നിൽക്കുന്നിടത്ത് അതിനൊരു ശീലമുണ്ട്, എന്നെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്നൊരു ശീലം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം, തൊഴുത്തുവില് പശുവിനെ അതിന്റെ ആ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് കെട്ടുന്നത് പോലെ ഒന്ന് അഭിനയിച്ചാൽ മതി. കഴുത്തിലൊക്കെ ഒന്ന് തൊടുക, കയർ കെട്ടുന്ന പോലെ ആ അടുത്തുള്ള ആ അതിന്റെ കമ്പിലോ മരത്തിലോ അഴികളിലോ എവിടെയാച്ചാൽ അതിന്റെ തൊഴുത്തിൽ കെട്ടിയിടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ആ കെട്ടുന്നിടത്ത് നീ കെട്ടുന്ന പോലെ കാണിയ, അതിന്റെ കഴുത്തിലും കയറിട്ട് കെട്ടുന്ന പോലെയൊക്കെ കാണിയ അഭിനയിച്ചാൽ മതി. ശിഷ്യൻ അതുപോലെ ചെയ്തു. ശിഷ്യൻ പോയി പശുവിനെ അകത്തേക്ക് കയറ്റി നിർത്തി അവിടെ കെട്ടുന്ന പോലെയൊക്കെ കാണിച്ചു. പശു എന്ത് ചെയ്തു? കെട്ടിയിട്ട പോലെ അവിടെ നിന്നു. പശുവിന് കെട്ടിയിട്ട പോലെ തോന്നിയിരിക്കുന്നത്, അത് കെട്ടിയിട്ട പോലെ അവിടെ നിന്നു. പിറ്റേ ദിവസം രാവിലെ ചെന്ന്, പശുവിനൊരു കുഴപ്പമില്ല, ഗുരു പറഞ്ഞ പോലെ നടക്കുന്നത്, പശു അവിടെ തന്നെ കെട്ടിയിട്ട പോലെ തന്നെ അവിടെ നിൽക്കുക, അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ പശുവിനെ പുറത്തിറക്കാൻ നോക്കുമ്പോൾ അത് വരുന്നില്ല. ബാക്കിയുള്ള പശുക്കളെയൊക്കെ കെട്ടഴിച്ചു പുറത്തേക്ക് എടുത്തു. ഇത് കെട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇയാൾ എന്ത് വിചാരിച്ചു? ശരിക്കും കെട്ടിയിട്ടില്ലല്ലോ, അപ്പൊ പുള്ളി വിചാരിച്ചു അമ്മ വന്നോളും. പക്ഷെ പശു വരുന്നില്ല. ശിഷ്യൻ നോക്കിയപ്പോ പശു വരുന്നില്ല, പശു അവിടെ തന്നെ നിൽക്കുക. വേഗം വീണ്ടും ഗുരുവിന്റെ അടുത്ത് ചെന്നു. അടുത്ത് ചെന്നു പറഞ്ഞു, ആ പശു ഇറങ്ങി വരുന്നില്ല ഗുരുനാഥ എന്ന് പറഞ്ഞു. അപ്പൊ ഗുരുനാഥൻ ചോദിച്ചാൽ, ഇന്നലെ നീ കെട്ടിയിട്ടില്ലേ, പിന്നെ ഇപ്പൊ എങ്ങനെയാ കെട്ടഴിക്കാതെ എങ്ങനെയാ വരുന്നേ? നീ കെട്ടിയിട്ടുണ്ടല്ലോ എന്നല്ലേ? അല്ല, ഞാൻ ശരിക്കും കെട്ടിയില്ലേ, ഞാനിങ്ങനെ അഭിനയിച്ചല്ലേ ഉള്ളൂ. അതെ, നീ അഭിനയിച്ചു, പക്ഷെ പശു എന്താണ് അത് സ്വീകരിച്ചത്? എങ്ങനെയാണ്? പശു അതിനെ ദിവസവും കെട്ടിയിട്ടുന്ന പോലെ അന്നും കെട്ടിയിട്ടു എന്ന് പശു വിചാരിച്ചു. അപ്പോ കയറൊന്നില്ലാണ്ടാണല്ലോ ഗുരുനാഥ ഞാൻ കെട്ടിയതെന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, കെട്ടുന്നത് പോലെ അഭിനയിച്ചില്ലേ? ഉവ്, അതുപോലെ അഴിച്ചുവിടുന്നതായിട്ടും അഭിനയിക്കണം, അപ്പോഴേ പശുവിനത് മനസ്സിലാവുള്ളൂ. കയറില്ല, ശരി, നീ കയറില്ലാതെയാണല്ലോ കെട്ടുന്ന പോലെ അഭിനയിച്ചേ. അതെ, ഇനി കയറില്ലാതെ തന്നെ അഴിക്കുന്ന പോലെയും നീ അഭിനയിക്കണം. അപ്പൊ പശുവിന് മനസ്സിലാവും അതിനെ
അതിന്റെ കെട്ടഴിച്ചു വിട്ടു എന്നത് അപ്പൊ മനസ്സിലാവും. ആദ്യം ഇപ്പൊ കെട്ടി എന്നാണ് വിചാരിച്ചിരിക്കുന്നത്, അഴിച്ചു വിടുമ്പോ അഴിച്ചു വിട്ടു എന്നതിന് മനസ്സിലാക്കും. പശു പുറത്തേക്ക് വന്നുകൊള്ളും എന്ന് ഗുരു പറഞ്ഞു. പറഞ്ഞ പോലെ ശിഷ്യൻ ചെന്നു, അതിന്റെ കഴുത്തില് തൊട്ടു, ആ മരത്തിലൊക്കെ തൊട്ടു. പശു അത് കണ്ടു, അഴിച്ചു വിട്ടു എന്ന് പശു വിചാരിച്ചു. പശു താഴെ പുറത്തേക്ക് വന്നു. ഇത് തന്നെയാണ് നമ്മുടെയും അവസ്ഥ എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്. ഇതേ അവസ്ഥയാണ് നമ്മുടെയും എന്ന് പറയുന്നു. സ്വതന്ത്രമായ ആത്മസ്വരൂപത്തെ അവനവനെ കെട്ടിയിട്ടതുപോലെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. ആരും കെട്ടിയിട്ടൊന്നുമില്ല. കെട്ടിയിട്ടതുപോലെ ജന്മജന്മാന്തരങ്ങളായിട്ട് വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. വിചാരമാണല്ലോ എല്ലാം. ജന്മജന്മാന്തരങ്ങളായിട്ട് വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. കയറിന് പകരം ചിന്തകൾ, അത്രയേ ഉള്ളൂ വ്യത്യാസം. കയറിന് പകരം ചിന്തകൾ കൊണ്ട് നമ്മൾ സ്വയം കെട്ടിയിട്ടിരിക്കുന്നു. അതിനാൽ വേദാന്തം പഠിച്ച ശേഷം ആരും എനിക്ക് ഒരുപാട് കടമകളുണ്ട്, എനിക്കൊരുപാട് ബന്ധങ്ങളുണ്ട് എന്നൊന്നും പറയരുത് എന്ന് പറയുന്നു. വേദാന്തം പഠിക്കുന്നതിന് മുമ്പുള്ള പോലെ ആകരുതല്ലോ വേദാന്തം പഠിച്ചാൽ. ഉള്ളിലെങ്കിലും ഈ ബന്ധനങ്ങളെ മാറ്റിവെക്കണം. ഈ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന ചിന്തയെ ഉള്ളിൽ നിന്നും മാറ്റണം. കാരണം നമ്മൾ തന്നെയാണ് നമ്മളെ ബന്ധിച്ചിരിക്കുന്നത്. എല്ലാം എൻ്റെ 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 എന്ന് പറഞ്ഞ് ബന്ധിച്ചിരിക്കുക. എൻ്റെ കുട്ടികൾ, എൻ്റെ ഭാര്യ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ അയൽക്കാർ, എൻ്റെ നാട്ടുകാര്, എല്ലാം എൻ്റെ 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 എന്ന് പറഞ്ഞ് കെട്ടിയിരിക്കും. ചിലതൊക്കെ എൻ്റെ അല്ല, എൻ്റെ അല്ല, എൻ്റെ അല്ല. പത്രത്തില് ധാരാളം മരണവാർത്ത കാണുമ്പോൾ എൻ്റെ എന്നുള്ളത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദുഃഖം, അല്ലാത്തപ്പോ ഒരു ദുഃഖവും ഇല്ല. എല്ലാ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. എവിടെയൊക്കെ എൻ്റെ എന്ന് വെക്കുന്നു അവിടെയെല്ലാം ദുഃഖം വരുന്നു, സന്തോഷം വരുന്നു, എല്ലാം വരുന്നു. എല്ലാ മാനസിക വികാരങ്ങളും ഉണ്ടാകുന്നത് എൻ്റെ എന്നുള്ളത് ചേർക്കുമ്പോൾ മാത്രമാണ് എന്ന് നമുക്ക് നന്നായിട്ട് അനലൈസ് ചെയ്തറിയാം. എൻ്റെ എന്ന് ചേർക്കാത്തിടത്തൊന്നും നമുക്കൊരു പ്രശ്നങ്ങളുമില്ല. ഉണ്ടോ? ഏത് സന്ദർഭത്തിലാകട്ടെ എൻ്റെ എന്നൊരു സംഗതി അവിടെ ചേർത്താലല്ലേ നമുക്ക് പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. ആക്സിഡന്റ് ഉണ്ടാവുന്നു, എൻ്റെ ആരെങ്കിലും ആണെങ്കിൽ പ്രശ്നമായി, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കടന്നു പോകും. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എൻ്റെ എന്ന് വരുമ്പോ അതങ്ങ് മനസ്സിൽ, അത് നമ്മളാണത് ക്രിയേറ്റ് ചെയ്യുന്നത്, വേറെ ആരുമില്ല. പുറത്തൊരാളല്ലല്ലോ നിന്റെ എന്ന് പറയുന്നത്. നമ്മൾ തന്നെയാണ് എൻ്റെ എന്ന് സങ്കല്പിച്ച് നമ്മൾ എടുക്കുന്നത്. പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞാലും നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ പറയും എൻ്റെ അല്ല. ചിലതിനൊക്കെ നമ്മൾ എൻ്റെ പറയും, വേറൊരാൾ നിന്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ അല്ല എന്ന് പറയും. അവിടെ നമ്മൾ എൻ്റെ അല്ല എന്ന് പറയും, എൻ്റെ ആണെന്ന്. അപ്പൊ എൻ്റെ ആണോ അല്ലയോ എന്നും തീരുമാനിക്കുന്നത് ഞാൻ തന്നെ. എല്ലാം വിചാരങ്ങളാണ്, എല്ലാം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ വേദാന്തം പഠിച്ച ശേഷം പതുക്കെ പതുക്കെ ഈ കെട്ട് അഴിച്ചു വിടണം. തന്നെത്താൻ കെട്ടിയ കെട്ടാണ്, പതുക്കെ പതുക്കെ അഴിച്ചു വിടണം. എൻ്റെ ഒന്നും അല്ല, എല്ലാം ഈശ്വരനിൽ നിന്ന് വന്നു, ഈശ്വരനിലേക്ക് തിരിച്ചു പോകും. ഞാനും വന്നിരിക്കുന്നു, പോകുന്നു. അപ്പൊ എങ്ങനെയാണോ ഒരു മരക്കഷ്ണം വെള്ളത്തിൽ ഒഴിച്ചു പോകുമ്പോ അതിന്റെ കൂട്ടത്തില് ചില കഷ്ണങ്ങളിടയിൽ വന്ന് കൂടും. ഒരു ചെറിയ, നമ്മൾ നോക്കിയാണ്, ചെറിയൊരു ഒരു അരുവി വല്ല ഒഴുകുമ്പോ ചെറിയ ഇതിലാണെങ്കിലും ചെറിയൊരു മരക്കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ കൂടെ വേറെ ഒരെണ്ണം ഒഴുകി പോകുന്ന, വേറെ ഒരെണ്ണം വന്ന് കൂട്ടിമുട്ട്, രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് കുറച്ച് ദൂരം പോകും. വേറെ ഒന്ന് രണ്ടെണ്ണം കൂടെ ചിലപ്പോൾ അതിന്റെ കൂടെ ചേർത്ത് കുറച്ച് കഴിയുമ്പോൾ ഒരെണ്ണം വിട്ടുപോകും. ഇങ്ങനെ ആ ഒഴുക്കില് പലതും കൂടെ വരും, പലതും വിട്ടുപോവുകയും ചെയ്യും. ഇങ്ങനെ വേണം ജീവിതത്തെ. നമ്മൾ വന്നത് ഒറ്റയ്ക്ക്, അത് കഴിഞ്ഞ് ഇവിടുന്ന് ആരെയോ ഒരാളെ, ഭർത്താവോ ഭാര്യയോ ആരോ ആയിക്കോട്ടെ, ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ, വേറെ എവിടുന്നോ ഒരാളെ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകുന്നു. അതും എവിടുന്നോ വരുന്നു, ഇല്ലേ? നമുക്ക് വല്ലതും അറിയാവോ? എവിടുന്നോ വരുന്നു, നമ്മുടെ ഗർഭത്തിൽ വരുന്നു, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. ആരെങ്കിലുമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് മരിച്ചു പോകുന്നു. പിന്നെ ആ കുട്ടികൾക്ക് വേറെ ഇങ്ങനെ ഇതേപോലെ ഉണ്ടാവുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എൻ്റെ. അങ്ങനെ വരും തോറും അതിനെ എൻ്റെ. എവിടെയോ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ ശേഷം എന്തായി? എൻ്റെ ആയി. എവിടെയോ വരുന്ന ഒരാൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ എൻ്റെ ഭർത്താവായി, എൻ്റെ ഭർത്താവിന്റെ വീട്ടുകാർ, എൻ്റെ ഭർത്താവിന്റെ അനിയൻ, എൻ്റെ ഭർത്താവിന്റെ ചേട്ടൻ, എൻ്റെ ഭർത്താവിന്റെ അമ്മ, എൻ്റെ ഭർത്താവിന്റെ അച്ഛൻ.
അപ്പൊ എല്ലാം ചെയ്യും. ഇങ്ങനെ അത് നല്ല നന്നായിട്ട് അതിനെക്കുറിച്ച് ഇരുന്ന് ചിന്തിക്കണം. ഇനി സമയമില്ല ചിന്തിച്ച് പോകാൻ, കുറച്ച് സമയമുള്ളൂ. നമ്മളൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നവരാ. അപ്പൊ വേണമെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതിനു മുമ്പൊക്കെ മനസ്സിലാക്കണം, ഇതൊക്കെ ഉള്ളിൽ നിന്ന് കളയണം, ഈ ബന്ധങ്ങളൊക്കെ എടുത്ത് കളയണം. ഞാൻ ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞ ഈ ശരീരമല്ല. ഇതിനു മുമ്പ് ഈ ശരീരം ഉണ്ടായിട്ടുണ്ട്, എത്രയോ ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടെയും എത്രയോ പേര് വന്നിട്ടുണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ആ സത്യം തിരിച്ചറിയുന്നു. വേദാന്തം ഞാൻ പഠിച്ചു, എനിക്കിപ്പോ സത്യം തിരിച്ചറിയാം. ഒന്നും എന്റേതല്ല, അല്ലെങ്കിൽ എല്ലാം എന്റേതാണ്. അതിലേക്ക് വരാൻ നമുക്ക് പറ്റില്ലല്ലോ. ഏറ്റവും എളുപ്പം ഒന്നും എന്റേതല്ല എന്ന് വിചാരിക്കും. ആ എന്നും എന്റേതല്ല എന്നുള്ള വിചാരം ഉറച്ചാൽ എല്ലാം ഞാൻ തന്നെ എന്നുള്ളതിലേക്ക് എത്തും. സർവം ഖൽവിദം ബ്രഹ്മ അവിടേക്ക് വരും, വരാതിരിക്കില്ല. അപ്പൊ ആദ്യം മമതാബന്ധം കളയണം, എന്നാലേ അതിലേക്ക് വരും. അപ്പൊ അങ്ങനെ വരുന്നത് എന്റെ എന്നുള്ള ബന്ധമല്ലേ ചോദിച്ചാൽ അല്ല, അത് സർവവ്യാപിത്വം ആണ്. അവിടെ തരംതിരിവില്ല. ഇപ്പൊ നമുക്ക് തരംതിരിവുണ്ട്. ഇനിയിപ്പോ തരംതിരിവില്ലാതെ എന്ന് പറഞ്ഞാൽ ആ അത്രയും വിശാലമാക്കാൻ എളുപ്പമല്ല. അതിന് മനവിശാലത നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ ഉപനിഷത്ത് പഠിക്കുമ്പോ പറഞ്ഞു, മന ഏകാഗ്രത, മന വിശാലത, ഇതൊക്കെയാണ് മോക്ഷത്തിനുള്ള മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു നേരത്തെ. അപ്പൊ ഇവിടെ പതുക്കെ പതുക്കെ ഇതിൽ നിന്ന് മുന്നോട്ട് വരണം. അപ്പോ ആരും ബന്ധിച്ചിട്ടില്ല നമ്മളെ, നമ്മൾ തന്നെയാണ് സ്വയം ബന്ധനത്തിൽ പെട്ടിരിക്കുന്നത്, സ്വയം അനാദിയായിട്ട് പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ബന്ധനം, നമ്മുടെ ഈ ബന്ധം ഇതെങ്ങനെ വന്നു എന്ന് ശാസ്ത്രം വിവരിച്ചു തരുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിക്കാൻ, ഈ മനസ്സിൽ എങ്ങനെ സംഭവിക്കണു എന്ന് ശാസ്ത്രം വിവരിച്ചു തരുന്നുണ്ട്. അതുകൂടെ മനസ്സിലാവുമ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ അതിൽ നിന്നൊരു മോചനത്തിനുള്ള സാധ്യതകൾ ഉണ്ട്. ഏഷഹ അസ്യ പുംസഹ. ഏഷഹ എന്നാൽ ഇവിടെ ബന്ധനത്തിലാണ് എന്നുള്ള തോന്നലിനെയാണ് ഏഷഹ എന്ന് പറയുന്നത്. ബന്ധനത്തിലാണ് എന്നുള്ള തോന്നലുണ്ടല്ലോ, അതിനെയാണ് ഇവിടെ ഏഷഹ. അതായത് കെട്ടിയിട്ടതുപോലെ ഉള്ള അനുഭവം, നമ്മുടെ ഉള്ളിലുള്ള കെട്ടിയിട്ടതുപോലെയുള്ള അനുഭവം, സ്വതന്ത്രമല്ലാത്തതുപോലെയുള്ള അനുഭവം. ഇല്ല, സ്വതന്ത്രമാണെന്ന് തോന്നാറുണ്ടോ? ഇല്ലല്ലോ, സ്വതന്ത്രമല്ല. അയ്യോ ഞാനൊരു അച്ഛനല്ലേ, സ്വതന്ത്രനല്ല. അയ്യോ ഞാനൊരു ഭർത്താവല്ലേ, സ്വതന്ത്രനല്ല. ഞാനൊരു ഭാര്യയല്ലേ, സ്വതന്ത്രനല്ല. ഞാനൊരു വിദ്യാർത്ഥിയല്ലേ, സ്വതന്ത്രനല്ല. ഞാനൊരു ഓഫീസിൽ ഇന്ന ആളല്ലേ, ഞാൻ സ്വതന്ത്രനാണെന്നുള്ള ചിന്തയില്ല നമുക്ക്. ആക്ച്വലി നമ്മൾ സ്വതന്ത്രനാണോ? ആണ്. ശരീരധർമ്മം എന്റെ ധർമ്മം എന്ന് വിചാരിച്ചിരിക്കുന്നു. ശരീരധർമ്മത്തെ ആത്മധർമ്മമായി കാണും. ഭഗവാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ജീവിതത്തില് അറിയേണ്ട ധർമ്മം ആത്മധർമ്മമാണ്. എന്തൊക്കെ ബാക്കി അതൊക്കെ ധർമ്മം നിങ്ങൾ പറഞ്ഞാലും ശരി, അവസാനം ആത്മധർമ്മം, അതിനായിരിക്കണം ജീവിതം. ആത്മധർമ്മം ആണ് ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക. ബാക്കിയൊന്നും പ്രശ്നമില്ല. ആത്മധർമ്മമാണ്. ആത്മധർമ്മത്തിലാണ് ജീവിക്കേണ്ടത്. ആത്മധർമ്മത്തിൽ ഉറയ്ക്കണം. ആത്മധർമ്മത്തിന് വേണ്ടി, ആത്മധർമ്മം നേടാനായി, ആത്മധർമ്മം പരിപാലിക്കാനായി മറ്റ് ധർമ്മങ്ങളെ വേണ്ട രീതിയിൽ പതുക്കെ പതുക്കെ ഒഴിവാക്കി കൊണ്ടുവരണം. അതിനൊക്കെ ജീവിതം തരുന്നുണ്ടല്ലോ. ജീവിതത്തിലെല്ലാം ഈ സൃഷ്ടിയിൽ ഇത് മുഴുവൻ ചെയ്തിട്ടുണ്ടല്ലോ. ജനിച്ച ഉടനെയല്ല ഇത് പറയുന്നേ, ബ്രഹ്മചര്യത്തിലല്ല ഇത് പറയുന്നേ, ഗാർഹസ്ഥ ജീവിതത്തിലല്ല ഇത് പറയുന്നേ. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോ, ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോ വാനപ്രസ്ഥം വരുമ്പോ തുടങ്ങണം ഈ പരിപാടി. വാനപ്രസ്ഥത്തില് ആ ധർമ്മങ്ങളെ, മറ്റു ധർമ്മങ്ങളെ എല്ലാം മാറ്റി ആത്മധർമ്മത്തിലേക്ക് ഉള്ള ആ വാനപ്രസ്ഥ സമയത്താണ് അതിന് ശരിക്കും വർക്ക് ചെയ്യേണ്ടത്. ശരിക്കും നമ്മുടെ സമയത്ത് അതാണ്, ഈ സമയത്താണ് ചെയ്യേണ്ടത്. അത് ചെയ്തിട്ട് അടുത്തത് സന്യാസം. എല്ലാം വിട്ട് ആത്മാവിൽ മാത്രം ഇരിക്കുന്ന അവസ്ഥയിൽ സന്യാസം വരും. എല്ലാത്തിനും സംന്യാസ, എല്ലാത്തിനെയും വികസിക്കുക. അപ്പോ ഇപ്പൊ പറ്റിയിരിക്കുന്നത് ശരീരധർമ്മത്തെ എന്റെ ധർമ്മം എന്ന് വിചാരിക്കുന്നു.
മനസ്സിലെ കുറവുകളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ എന്റെ കുറവ് എന്ന് പറയും, അല്ലെ? ആത്മാവിന് എന്തെങ്കിലും കുറവുകളുണ്ടോ? ഇല്ല. ആത്മാ പരിപൂർണനാണ്. പൂർണ്ണമത പൂർണ്ണമിതം. ആത്മാ പരിപൂർണമാണ്. പക്ഷെ നമ്മൾ നമ്മുടെ കുറവുകളെയൊക്കെ എന്റെ കുറവ് എന്ന് പറയും. ആരും സ്വയം കുറവില്ലാത്തവനാണ്. എല്ലാവരും ആനന്ദസ്വരൂപരാണ്. എല്ലാവരും ആത്മാ ആണ്. എല്ലാവരും പരമാത്മാ ആണ്. പക്ഷെ നമ്മൾ അങ്ങനെ പറയാറില്ല. കാരണം എന്താ? നമ്മൾ അവനവനെ, നമ്മുടെ ആത്മസ്വരൂപത്തെ, നമ്മുടെ ആനന്ദസ്വരൂപത്തെ, നമ്മുടെ അറിവ് സ്വരൂപത്തെ, നമ്മുടെ സ്വയം ജ്യോതിയായിരിക്കുന്ന ആ പ്രകാശ സ്വരൂപത്തെ നമ്മൾ ശരീരവുമായിട്ട് ബന്ധിപ്പിച്ച് കെട്ടിവെച്ചിരിക്കുന്നു ചിന്തകളാൽ. അസ്യ പുംസഹ, പുംസഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവൻ. അസ്യ പുംസഹ, ഇവിടെ പുംസഹ എന്ന് പറഞ്ഞാൽ ജീവനായിട്ടാണ് പറയുന്നത്. അസ്യ, ഈ ജീവന് ഇത് തന്നെ ബന്ധം. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിന് ബന്ധം. ഈ ജീവന് ഞാൻ എന്ന ബുദ്ധിയെ അനാത്മാവിൽ വച്ചിരിക്കുന്നതാണ് ബന്ധം അഥവാ ബന്ധനം. ഞാൻ എന്ന ബുദ്ധിയെ അനാത്മാവിൽ വച്ചിരിക്കുന്നതാണ് ബന്ധം, അതായത് ബന്ധനം. ഈ ബന്ധനം മനസ്സിൽ ചിന്തയായിട്ടാണ് ഇരിക്കുന്നത്. ചിന്ത മാത്രമാണത്. അപ്പൊ നമ്മൾ തന്നെ ഇത് ചെയ്യുന്നു. ചില സമയങ്ങളിൽ ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ത് പറഞ്ഞിട്ടാ പോകുന്നത്? എനിക്കിനി യാതൊരു ബന്ധവുമില്ല നിങ്ങളായിട്ടെന്ന്, അല്ലേ? എത്ര സ്ഥലങ്ങളിൽ അങ്ങനെ നടക്കുന്നുണ്ട്. ഒരു ബന്ധവുമില്ല, ഇട്ടേച്ചങ്ങ് പോയി. അപ്പൊ എന്താ സംഭവിച്ചേ? അവിടെ എന്താ സംഭവിച്ചേ? മനസ്സിലാണ് ബന്ധത്തെ ദൂരെ കളഞ്ഞത്. എന്നിട്ടാണ് പോകുന്നത്. പോകാതെ കണ്ടും ഉള്ളിൽ നിന്ന് അതിനെ എടുത്തു കളയാം. പോകുന്നും വേണ്ട, അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അത് ചെയ്യാം. അത്രയും മതി. എങ്ങിട്ടിട്ട് പോകുന്നും വേണ്ട. സന്യാസത്തിന് എല്ലാം ഉപേക്ഷിച്ച് കാവ്യവസ്ത്രം ധരിക്കേണ്ട ഒരു കാര്യമില്ല. വാനപ്രസ്ഥത്തിന് വീടിട്ട് പോകേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം സംഭവിക്കുന്നത് മനസ്സിലാണ്. മനസ്സാരുടെ കയ്യിലായിരിക്കുന്നേ? നമ്മുടെ കയ്യിലായിരിക്കുന്നത്. അപ്പൊ അതിനെ വേണ്ട രീതിയിൽ കൊണ്ടുവരാൻ ആർക്ക് പറ്റും? നമുക്ക് പറ്റും. അതിനെന്താ വഴി? അതിനാണ് വേദാന്തം. അതാണ് ഇങ്ങനെയുള്ള വിവേക ചൂടാമണി, തത്വബോധം ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നല്ലോ. എങ്ങനെയാണ് പതുക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് അന്തിമ ലക്ഷ്യമായ ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരം എന്നാണ് ശരിക്കും പറയുന്നത്. അല്ലാതെ വേറൊരു സാധനത്തിനെ പിടിച്ചുകൊണ്ടുവരുന്നല്ല. ശരിക്കും സാക്ഷാത്കാരമാണ്. ഉള്ളതിനെ നമ്മൾ അറിയാതിരിക്കുന്നു, അതിനെ അറിയൽ, അത്രയേ ഉള്ളൂ. മനസ്സിൽ അജ്ഞാനമായി അറിവില്ലായ്മയായി ഇരിക്കുന്ന ബന്ധനത്തെ അറിവിൽ കൂടി മാത്രമേ നീക്കാൻ പറ്റുള്ളൂ. ഇതെങ്ങനെയാ ഉണ്ടായേ? അജ്ഞാനാത് പ്രാപ്തോജ്ഞാനാഞ്ജനന മരണ എന്ന ആ വരി നോക്കുക. അവിടെ അജ്ഞാനാത് എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അജ്ഞാനത്താൽ, മനസ്സിൽ അജ്ഞാനമായി അറിവില്ലായ്മയായി ഇരിക്കുന്ന ബന്ധനത്തെ എങ്ങനെ മാറ്റണം? അറിവിൽ കൂടി മാത്രമേ നീക്കാൻ പറ്റൂ. ഏത് തരത്തിലെ ബന്ധനം വന്നിരുന്നാലും അതിനെ കർമ്മം വഴി, അത് പലതരത്തിൽ വരാം. പലതരത്തിലല്ലേ നമ്മൾ ബന്ധനം പലതരത്തിലുണ്ട്. കർമ്മം വഴി ചിലരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബന്ധനത്തിലിരിക്കും. ജന്മം കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നും, ഈ ശരീരം കൊണ്ട് ബന്ധനമാണെന്ന് തോന്നും. അപ്പൊ ഏത് വഴിക്ക് വന്നാലും പലതരത്തിൽ വരാം. ചിലരോട് ചില നന്ദി പ്രകടിപ്പിക്കേണ്ടതായിട്ടും ചിലരുടെ കയ്യിൽ ചില കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ നമ്മൾ ബന്ധം വെക്കുമല്ലോ. മനസ്സിലാണത് മുഴുവൻ വെക്കുന്നത്. അത് പല പല പേരുകളിൽ നമ്മൾ വെക്കും. പല പേരിൽ നമ്മൾ ബന്ധം വെക്കും. അയാളുമായിട്ടുള്ള ബന്ധം അതിപ്പോ നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയില്ല, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണെന്ന് പറയും. അങ്ങനെ വരെ ഉണ്ട്, ഇല്ലേ? ചില ബന്ധങ്ങൾ നമ്മൾ പറയില്ലേ, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണെന്ന്. ചിലതിനെ നമ്മൾ പറയാം, ഇന്ന സമയത്ത് അയാൾ പോയപ്പോ ഒരു വലിയൊരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ അദ്ദേഹമാണ് എന്നെ ആ കാര്യത്തിൽ സഹായിച്ചത്, എന്നെ രക്ഷിച്ചത്. ആ ഒരു ബന്ധം ഉണ്ടല്ലോ, അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ബന്ധമാണ്. ഇതൊക്കെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്, എല്ലാം നമ്മളാ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് നന്ദി വേണ്ടെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതിനെ മോക്ഷമാർഗത്തിലേക്കുള്ള തടസ്സമായി വരാതെ നോക്കണം. അവിടെയാണ്
ഇതൊന്നും തടസ്സമായിട്ട് വരരുത്. ഇതെല്ലാം ജീവിതത്തില് ശരീരം കിട്ടിയല്ലോ, പ്രാരബ്ധം വഴി ശരീരം കിട്ടി, ഇവിടെ ജീവിക്കുന്നു. ഈ ശരീരം പോകുന്നിടം വരെ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. അതെങ്ങനെ കൊണ്ടുപോകണം? താമര ഇലയിലെ വെള്ളം പോലെ കൊണ്ടു, പറ്റിപ്പിടിക്കാതെ. അതിനകത്ത് ഇലയിൽ വെള്ളം പിടിക്കോ? ഇല്ലല്ലോ, ഉരുണ്ടും പോവും. അതുപോലെ വളരെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്ത് ഉള്ളിൽ ബന്ധനങ്ങളൊന്നുമില്ലാതെ നല്ല സ്വതന്ത്രമായിട്ടിരിക്കണം. അപ്പൊ തന്നെ സമാധാനം വന്നു തുടങ്ങും മനസ്സിൽ. അപ്പോ അറിവിൽ കൂടി മാത്രമേ അത് നീക്കാൻ പറ്റുള്ളൂ. ഏത് തരത്തിൽ ബന്ധനം വന്നിരുന്നാലും, അതായത് കർമ്മം വഴിക്കോ ഏത് തരത്തിലോ ആകട്ടെ, അങ്ങനെയൊക്കെ വന്നാലും അതിനെ മാറ്റിയെടുക്കാൻ പഠിക്കണം. അതാണ് വേദാന്തം പറഞ്ഞു തരുന്നത്. ആ മാറ്റിയെടുക്കലാണ് വേദാന്തം പറഞ്ഞു തരുന്നത്. ബന്ധമോചനത്തിനാണ് നമ്മൾ വേദാന്തം പഠിക്കേണ്ടത്. വേദാന്തം പഠിക്കേണ്ടത് ബന്ധമോചനം, ബന്ധനത്തിന്റെ മോചനത്തിനാണ് വേദാന്തം പഠിക്കേണ്ടത്. അപ്പൊ പറയുന്നുണ്ട് പ്രാപ്ത അജ്ഞാനാത്. പ്രാപ്ത എന്നുള്ളതിന് ഇവിടെ വന്നു ചേർന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നത്, നമ്മുടെ ഇപ്പോഴത്തെ ഈ ബന്ധനം വന്നു ചേർന്നത് എങ്ങനെയാണ് എന്നാണ് ആ വരിയിൽ പറയുന്നത്. അജ്ഞാനാത്. അജ്ഞാനം മൂലം, അറിവില്ലായ്മ മൂലം. എന്തിനെ പറ്റിയുള്ള അജ്ഞാനം, അല്ലെങ്കിൽ എന്തിനെ പറ്റിയുള്ള അറിവില്ലായ്മ എന്നാൽ ആത്മാവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ. ഞാൻ എന്നെ പറ്റി അറിയുന്നില്ല, ഞാൻ ആരാണ് എന്ന് സ്വയം അറിയുന്നില്ല. ഞാൻ ഈ ശരീരമാണ്, ഇന്ന അഡ്രസ്സിലുള്ള ആളാണ്, ഇന്ന ആളുടെ മകനാണ്, ഇന്ന ജോലിയാണ്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. നമ്മളെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതാണല്ലോ. ഇനി അഥവാ ഞാൻ ആത്മാവാണെന്ന് പറഞ്ഞാൽ ഉടനെ അടുത്തുള്ള ആശുപത്രി കൊണ്ടുപോകും നമ്മളെ, അല്ലെ, എന്തോ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ പറയുമ്പോഴും, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കതൊക്കെ പറയാതെ പറ്റില്ല. പക്ഷെ പറയുമ്പോഴും ഉള്ളിൽ അറിയണം ഞാൻ ആര്. ഇപ്പൊ എന്റെ ഒരു വേഷം മാത്രമാണ്, ആക്ച്വലി ഞാൻ ഇതല്ല. അപ്പൊ അതിനാണ് ഈ അഭിവാദയെ എന്ന് പറഞ്ഞ് അഭിവാദനം ചെയ്യാന്ന് പറയുമല്ലോ. അപ്പോ അഭിവാദയെ എന്ന് പറഞ്ഞ് പറയുമ്പോ ഗോത്രം, അങ്ങനെ പേര്, അച്ഛന്റെ പേര്, ഗോത്രം, ഋഷിയുടെ പേര്, ഇതൊക്കെ പറഞ്ഞിട്ട് നാമാഹം പരമേശ്വര ശർമ്മ നാമാഹം എന്ന് പേരുള്ള ഞാൻ എന്നേ പറയൂ. ഇങ്ങനെ ഈ ജന്മത്തില്, ഈ അവസ്ഥയില്, ഇന്ന ഋഷിയുടെ കുലത്തില്, ഇന്ന ഗോത്രത്തില്, ഇന്ന ആളുടെ മകനായി, ഇന്ന പേരിൽ ഇരിക്കുന്ന ഞാൻ. അത് ശരിക്കും ഈ അഭിവാദനം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ആരാണ്? ഇപ്പൊ ഞാൻ ഈ പേരിലിരിക്കുന്നത്. കഴിഞ്ഞ ജന്മം ഞാൻ പേരിലായിരുന്നു. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അവിടെയും ഞാൻ വേറൊരു പേരിലായിരിക്കും, വേറെ അച്ഛനായിരിക്കും, വേറെ അമ്മയായിരിക്കും, വേറെ ബന്ധുക്കളായിരിക്കും, എല്ലാം വേറെ ആയിരിക്കും. അപ്പോ അങ്ങനെ തിരിച്ചറിവുണ്ടാകണം, അതിൽ ഉറയ്ക്കണം. അപ്പോഴേ ആത്മസാക്ഷാത്കാരം എന്നുള്ള സംഭവം വരികയുള്ളൂ. മെല്ലെ മെല്ലെ അതിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ അജ്ഞാനാ പ്രാപ്ത, അജ്ഞാനം മൂലം, അറിവില്ലായ്മ മൂലം. എന്തിനെ പറ്റിയുള്ള അറിവില്ലായ്മയാണ്? ഞാൻ എന്നാൽ ആത്മാ ആണ് എന്നുള്ള അറിവില്ലായ്മ. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ്? ഞാൻ എന്നാൽ അനാത്മാവായ ഈ ശരീരമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഞാൻ എന്നെ പറ്റി അറിയുന്നില്ല എന്ന് മാത്രമല്ല, ഞാനല്ലാത്ത ഒന്നിനെ ഞാൻ എന്ന് പറയുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. ശരി, അറിഞ്ഞില്ല പോട്ടെ, അജ്ഞാനം മാത്രമാണ് പോട്ടെ. അജ്ഞാനം മാത്രമല്ല, ഞാനല്ലാത്ത ഒന്നിനെ, ആക്ച്വലി ഈ ശരീരം ഞാനല്ല, ഞാൻ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ശക്തിയാണ്, ഒരു അറിവ് സ്വരൂപമാണ്, ഒരു ജ്ഞാനമാണ്, ഒരു ബോധമാണ്, ഒരു പരമാത്മ ശക്തിയാണ്. പക്ഷെ പറയണത് എന്താ? ശരീരമാണെന്ന് പറയുന്നു. അപ്പൊ തെറ്റായതിനെ ആണ് ഞാൻ എന്ന് പറയുന്നത്. ഞാൻ എന്താണെന്ന് അറിയില്ല, അങ്ങനെ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല ഇവിടെ സംഭവിക്കുന്നത്. തെറ്റായ ഒന്നിനെ ഞാനെന്ന് പറയുകയും കൂടെ ചെയ്യുക. അങ്ങനെ രണ്ടു തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ഞാൻ ആര് എന്നറിയുന്നില്ല, അജ്ഞാനമായി. അനാത്മാവായ ശരീരത്തിൽ ഇരുന്നാൽ നമുക്ക് എങ്ങനെയാണ് അത് ശോകത്തെ തരുന്നത്? അതൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഈ ആത്മാ എന്നുള്ള ഒറിജിനൽ ആയിട്ടുള്ള സ്വതന്ത്രമായ ആ അറിവ് സ്വരൂപത്തിൽ അനാത്മാവായ ശരീരത്തെ കയറ്റിവെക്കുമ്പോൾ അത് എങ്ങനെ ശോകത്തെ തരുന്നു? അപ്പോ അറിവ് സ്വരൂപമല്ലേ ആത്മാ? ആനന്ദ സ്വരൂപമല്ലേ ആത്മാ? ആനന്ദ സ്വരൂപമായ ആത്മാവില് ഞാൻ ശരീരത്തെ കയറ്റിവെച്ചു. പക്ഷെ ആനന്ദ സ്വരൂപത്തിന് എന്ത് പ്രശ്നം?
അവിടെ വരാൻ പാടില്ലല്ലോ. ആനന്ദം ആനന്ദമായിട്ട് തന്നെ ഇരിക്കണ്ടേ. എനിക്ക് എന്തുകൊണ്ട് ശോകം വരുന്നു? അപ്പൊ സാധാരണയായിട്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താ? ബന്ധം എന്നാൽ മനസ്സിൽ അനുഭവിക്കുന്ന വേദന. ആരെങ്കിലും സന്തോഷമായിരിക്കുമ്പോൾ ഞാൻ ബന്ധനത്തിലാണ് എന്ന് പറയാറുണ്ടോ? ആ സമയത്ത് ആരും പറയില്ല. സന്തോഷത്തിലിരിക്കുമ്പോൾ ആരും പറയില്ല. സങ്കടത്തിലിരിക്കുമ്പോഴാണ് ബന്ധനത്തിൽ എന്ന് പറയുകയുള്ളൂ. കഷ്ടം വരുമ്പോ, വേദന വരുമ്പോ നമ്മൾ ബന്ധനത്തെ കുറിച്ച് ഓർക്കും. നമ്മൾ ബന്ധനം പറയും. എൻ്റെ മകനൊരു അബദ്ധം, ഒരു അപകടം പറ്റി, എൻ്റെ അച്ഛൻ മരിച്ചു, എൻ്റെ അമ്മ മരിച്ചു. ആ സമയത്തൊക്കെയാണ് നമ്മൾ ബന്ധനത്തെ കൂടുതൽ പറയുന്നത്. എൻ്റെ എന്നുള്ളതിന് കൂടുതൽ ബലം വരുന്നത് ആ സമയത്താണ്. ആയതിനാൽ കഷ്ടം, വേദന, ആ സമയത്ത് മാത്രമല്ലേ ബന്ധനം നമുക്ക് നടക്കുന്നത്. ശരിക്കും അവിടെയാണ് കൂടുതൽ നടക്കുന്നത്. ആചാര്യര് ഇതിന്റെ ഇടയിൽ ഞാൻ എന്ന ബുദ്ധിയെ ബന്ധം എന്ന് പറയുന്നു. അതെന്താ അങ്ങനെ പറയണേ ആചാര്യർ എന്ന് ചോദിക്കാം. ഞാൻ എന്ന കാര്യത്തെ, ബന്ധനത്തെ ആചാര്യൻ ബന്ധം എന്ന് പറയുന്നത് എന്താ ആചാര്യൻ അങ്ങനെ പറയണേ? ഒരാൾക്ക് ശരീരം ആരോഗ്യമായിരിക്കുന്നു, സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നു, നല്ല ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു, നടക്കുന്നു, ഓടുന്നു, യാത്ര ചെയ്യുന്നു. ഈ സമയം ശരീരത്തിലെ ഞാൻ എന്ന ബുദ്ധി എങ്ങനെ ബന്ധനം എന്ന് പറയും? നല്ലൊരു ചോദ്യം. എല്ലാവിധ സുഖസൗകര്യങ്ങളും കൂടിയിരിക്കുന്നു, വളരെ സന്തോഷമായിരിക്കുന്നു, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു, ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുന്നു, ഇഷ്ടമുള്ളതൊക്കെ യാത്ര ചെയ്യുന്നു. ഈ സമയത്ത് നമ്മൾ ബന്ധനത്തിൽ പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ ആരും പറയാറില്ല. ഞാൻ ബന്ധനത്തിലാണ് കേട്ടോ എന്ന് പറയാറില്ല. നേരെ മറിച്ച് സങ്കടങ്ങൾ വരുമ്പോൾ ബന്ധനത്തെ, അബന്ധത്തെ കൊണ്ടുവരും. എല്ലാ ജീവജാലങ്ങൾക്കും അവനവനെ പറ്റിയുള്ള അറിവില്ല. അനാദിയായിട്ട് തന്നെ അതില്ലാത്തതാണ്. ഇതിന്റെ ഫലം അനാത്മാവായ ശരീരത്തിൽ ഞാൻ എന്ന ബുദ്ധി, ഈ ബുദ്ധി എന്ത് ഫലത്തെ തരും എന്ന് വിശദീകരിക്കുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റേജിൽ ഇപ്പൊ 2 കാര്യം നമ്മൾ പഠിച്ചു. 3rd സ്റ്റേജില് അറിവില്ലായ്മ, അജ്ഞാനം എങ്ങനെയാണ് അതിനെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്നുള്ള ഭാഗം പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എങ്ങനെയാണ് ഇത്, ഈ വേദനകൾ വരുമ്പോൾ ബന്ധനം വന്നുപെടുന്നതും അല്ലാത്ത സമയത്ത് ബന്ധനം മനസ്സിൽ തോന്നാത്തതും എന്തുകൊണ്ട് എന്നുള്ളതിന്റെ വിശദീകരണം ശങ്കരാചാര്യ സ്വാമികൾ വീണ്ടും പറയുന്നുണ്ട്. ഇനി ഒരുപാടുണ്ട്. ഈ ഒരു ശ്ലോകത്തിന് ഒരു 2 ക്ലാസ്, ഒരു ക്ലാസ് കൂടെ ഫുള്ളായിട്ട് ഈ ശ്ലോകത്തിന്റെ അർത്ഥത്തിന് വേണ്ടി ഒരു കൂടുതൽ ഗഹനമായിട്ടുള്ളൊരു ഭാഗമാണ് ഇവിടെ ആചാര്യസ്വാമികൾ പറഞ്ഞു തരുന്നത്. നമുക്ക് അടുത്ത ദിവസം നോക്കാം. സായിറാം.